കുണ്ടിക്കുറുവാനക്കാരും കിണ്ടിക്കുറുവാനക്കാരും ഉദയംപേരൂർ പള്ളിയിൽ കിടന്ന് പൊരിഞ്ഞേടി, അടിയോടടി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഈ തന്തയില്ല കടുവടമോന്മാരുടെ തന്തയില്ലായ്മകൾ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തുക. അതിപരിശുദ്ധമെന്ന് ഈ മോന്റെ മോന്മാർ തന്നെ മൊണ്ണവിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിച്ച് അത് വിശ്വസിപ്പിച്ച് അവരെ വലിപ്പിച്ച് ഉപജീവനം കഴിയുന്ന ഈ മോന്മാർ തന്നെ കുർബാന കളിയിൽ ഒരു മലരുമില്ലെന്ന് വിശ്വാസി സമൂഹത്തെ കാണിച്ചു തരുന്നത് കാണുക. കുർബാന കളിക്കുമ്പോൾ വിശ്വാസികളെ പാതിരിയുടെ കുണ്ടി കാണിക്കണോ അതോ അവൻ്റെ കിണ്ടി കാണിക്കണോ എന്ന തർക്കം തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായെങ്കിലും ഇതിൽ ഇതുവരെ ഒരു തീരുമാനം ആകാത്തതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും അടി തുടരുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ സുന്നകദോസ് പള്ളിയിൽ സിനഡനുകൂലികളായ കുണ്ടിക്കുർബാന അനുഭാവികളും ജനാഭിമുഖ കുർബാന എന്ന കിണ്ടിക്കുർബാന അനുഭാവികളും ചേരിതിരിഞ്ഞ് നടത്തിയ ആ അടി ശുശ്രൂഷ കാണുക. കുണ്ടിക്കുർബാന അനുകൂലികളെ കുനിച്ചു നിർത്തി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാഥനെ വാഴ്ത്തിടാൻ സമയമായി എന്ന് ഇമ്പമോടെ പാടുന്ന ആ മുടിഞ്ഞ ആത്മീയത നാം കാണാതെ പോകരുത്. ചേരിതിരിഞ്ഞ് ഇരുപക്ഷവും പള്ളിയിൽ കിടന്നടിച്ചതിന്റെ യഥാർത്ഥ കാരണം എറണാകുളം അങ്കമാലി അടിരൂപത അൽമായ മുന്നേറ്റ സംരക്ഷണ സമിതി പ്രതിനിധി ഷൈജു ആന്റണി വിശദീകരിക്കുന്നത് കേൾക്കുക. പ്രിയരെ, ഉദയംപേരൂർ പള്ളിയിൽ ഇന്ന് രാവിലെ വലിയ പ്രതിഷേധമാണ് സിനഡ് കുർബാനയ്ക്കെതിരെ ഉണ്ടായത്. ആ പള്ളിയിൽ 2 മാസം മുമ്പ് വരെ മുഴുവൻ ജനാഭിമുഖ കുർബാന മാത്രം നടന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയിലേക്ക് ഊരക്കാടൻ എന്ന വികാരി സ്ഥലം മാറി വന്നിട്ട് കഷ്ടിച്ച് 2 മാസമേ ആയിട്ടുള്ളൂ. അദ്ദേഹം അതിനു മുമ്പ് മഞ്ഞപ്ര ഫൊറോന പള്ളിയിലെ വികാരിയായിരുന്നു. മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ വലിയ സാമ്പത്തിക അഴിമതി നടത്തിയതിന്റെ പേരിൽ അവിടുത്തെ ഇടവക ജനം വലിയ പ്രതിഷേധമുയർത്തുകയും അതേ തുടർന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റി ഉദയംപേരൂർക്ക് വിടുകയുമായിരുന്നു. ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് 70 ലക്ഷം രൂപയുടെ മാത്രമാണ് ബില്ലുകൾ ഉണ്ടായിരുന്നത്. ബാക്കി പൈസ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഈ ഊരക്കാടൻ എന്ന വൈദികന് മറുപടി ഉണ്ടായിരുന്നില്ല. അതുപോലെ നിരവധി സംഭവങ്ങൾ തൊട്ടടുത്തു നിന്നെല്ലാം പണം മോഷ്ടിച്ചതിന്റെ പേരിൽ ഊരക്കാടൻ എന്ന വൈദികനെ അവിടുത്തെ ഇടവക ജനം ഒരു കാരണവശാലും ഇവിടെ തുടരാൻ അനുവദിച്ചിരുന്നില്ല. ഊരക്കാടൻ എന്ന വൈദികൻ ജനാഭിമുഖ കുർബാന ചൊല്ലാം എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ടായിരുന്നു. ജനാഭിമുഖ കുർബാനയാണ് ഊരക്കാടൻ എന്ന വൈദികൻ മഞ്ഞപ്രയിൽ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉദയംപേരൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിനഡ് കുർബാനയുടെ വക്താവായി മാറി. സാധാരണഗതിയിൽ അങ്ങനെയാണ്. വിവിധ കേസുകൾക്ക് പിടിക്കപ്പെടുകയും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക അഴിമതി നടത്തുകയും ചെയ്തവരെല്ലാം സ്വയരക്ഷയ്ക്ക് വേണ്ടി സിനഡ് ഭക്തന്മാരായി മാറും. അപ്പൊ മെത്രാന്മാരെല്ലാവരും കൂടെ നിൽക്കുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഒരു സിനഡ് ഭക്തനായി ഈ ഊരക്കാടൻ എന്ന വൈദികൻ മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുർബാനയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഊരക്കാടൻ എന്ന വൈദികൻ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഒരു പോലീസ് പ്രൊട്ടക്ഷൻ അപേക്ഷ വെച്ചിരിക്കുന്നു. ഇടവകയിലെ 15 പേർക്കെതിരെയാണ് പോലീസ് പ്രൊട്ടക്ഷൻ അപേക്ഷ വെച്ചത്. ആ 15 പേരിൽ 2 പേർ കൈക്കാരന്മാരാണ്. സ്വന്തം കൈക്കാരന്മാർക്കെതിരെ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾക്ക് ആ ഇടവകയിൽ ഇനി വികാരിയായി തുടരാനാവില്ല. ഒരു കാരണവശാലും വികാരിയായി തുടരാനാവില്ല. എന്തു കുർബാന ചെല്ലുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. കൈക്കാരൻ എന്ന് പറഞ്ഞാൽ വികാരിയോടൊപ്പം ചെക്കിൽ ഒപ്പിടേണ്ട കൂട്ടു സിഗ്നേറ്ററിയാണ്. അങ്ങനെ കൈക്കാരനെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരാൾ അവിടെ വികാരിയായി തുടരാനാവില്ല. സഭ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തെ അവിടെ വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാനാകുമെന്ന് തോന്നുന്നില്ല.
ഇന്ന് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി അവിടുത്തെ ഇടവക ജനം അച്ഛൻ പള്ളിയിൽ വന്നപ്പോ ആ ജനം മുഴുവൻ ഒരുമിച്ച് ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അച്ഛൻ പോലീസിനെ വിളിച്ച് അൽത്താരയ്ക്ക് മുന്നിൽ ഒരു പോലീസിന്റെ കവചം തീർത്തു. ആ കവചത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് അച്ഛൻ കുർബാന ചെല്ലുകയാണ്. എത്ര വൃത്തിഹീനമായ ദുഷ്ടലാക്കോടുകൂടിയ പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് ആലോചിക്കൂ. നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന മതി എന്ന് ആവശ്യപ്പെടുന്നു. അച്ഛൻ പോലീസിനെ വയ്ക്കുന്നു. അച്ഛന്റെ കൂടെയുള്ള ബൗൺസേഴ്സായ കുറച്ച് ഇടവകക്കാർ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി കാത്തിങ്ങനെ ഗുണ്ടകളെ പോലെ അൾത്താരയ്ക്ക് കാവൽ നിൽക്കുന്നു. അത്തരം ഗുണ്ടകളെ കാവൽ നിർത്തിക്കൊണ്ട് അച്ഛൻ അവിടെ സിനഡ് കുർബാന ചെല്ലുന്നു. സിനഡ് കുർബാനയുടെ ഒക്കെ ഒരു ഗതികേട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വൈദികൻ കുർബാനയോട് വലിയ ആഭിമുഖ്യമുള്ള ആളല്ല. ഇതുവരെ ജനാഭിമുഖ കുർബാനയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. പുള്ളി സിനഡ് കുർബാനയുടെ ഭക്തനൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് സിനഡ് കുർബാനയുടെ ഭക്തനായത് ഇതിനു മുമ്പ് മഞ്ഞപ്പുറ പള്ളിയിൽ വെച്ച് നടത്തിയ അഴിമതികളെ മൂടാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോലീസ് കേസാണ്. മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്നും അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ പുറത്ത് അവിടെ അന്വേഷണം നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ സിനഡ് കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോ കുറച്ച് ആളുകൾ, കുറച്ച് ബൗൺസേഴ്സ് കൂട്ടത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ബൗൺസേഴ്സ് ആണ് പോലും അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇടവകയിലെ 10-12 ബൗൺസേഴ്സ് ആണ് ആയിരക്കണക്കിന് വരുന്ന ഉദയംപേരൂർ സൂനഹദോസ് പള്ളി ഇടവകയിലെ വൈദികനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ 12 പേരുടെ പ്രൊട്ടക്ഷനിൽ ഈ വൈദികൻ എത്ര നാൾ ഈ ഇടവക കൊണ്ടു നടക്കും? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായത്? ഇവിടെ പ്രതിസന്ധി ഉണ്ടായത് ഈ വൈദികൻ ഇങ്ങനെ ഒരു കുർബാനയുടെ പ്രശ്നവുമായിട്ട് ആ വൈദികൻ അവിടെ അവതരിപ്പിച്ചപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിനെ കുറിച്ച് വൈദിക സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്തപ്പോ ആ ചർച്ചയിൽ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലീത്തൻ വികാരിയും അവിടെയുള്ള മുഴുവൻ വൈദികർക്കും ഉറപ്പ് നൽകിയതാണ് ഉദയംപേരൂർ പള്ളിയിൽ സാധാരണ ഇതിനു മുമ്പ് നടന്നിരുന്നത് പോലെ കുർബാന നടക്കുകയും ഞായറാഴ്ചകളിൽ ഒരു സിനഡ് കുർബാന അർപ്പിക്കുകയും ചെയ്യുമെന്നത്. അത് മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ ഉറപ്പാണ്. മെത്രാപ്പോലീത്തൻ വികാരി നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പിന്റെ പുറത്താണ് എറണാകുളത്ത് ഒത്തുതീർപ്പുകൾ ഉണ്ടായത്. ആ ഒത്തുതീർപ്പുകളെ മുഴുവൻ അട്ടിമറിക്കാൻ ഇന്ന് കരുവാക്കിയിരിക്കുന്നത് ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിലാണ്. സിനഡോളികളുടെ ഒരു തന്ത്രം ആലോചിച്ച് നോക്കണം. അവർക്കറിയാം ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന സാധാരണ പോലെ നടന്നില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്കവാറും ഇടവകകളിൽ ഈ ഒത്തുതീർപ്പ് കുർബാന നടക്കാതെ വരുമെന്ന് അവർക്കറിയാം. അതിനുവേണ്ടി അവരൊരുക്കുന്ന തന്ത്രത്തിൽ ബിഷപ്പ് പാംപ്ലാനയും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും വീണു പോകരുത്. മെത്രാപ്പോലീത്തൻ വികാരിയും മേജർ ആർച്ച് ബിഷപ്പും സാമാന്യ ബോധമുള്ള കുറച്ച് വിവേകം കാണിക്കണം. വലിയ പ്രതിസന്ധികളാണ് ഇന്ന് ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ ഉണ്ടായത്. ഇനി വരുന്ന കുർബാനകളിലും ഉണ്ടാകാൻ പോകുന്നത്. അവിടുത്തെ ഇടവക ജനം വൻ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടുകയാണ്. ഇത് ആദ്യ ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളെ അയൽ ഇടവകകൾ ഏറ്റെടുക്കും. അതിനുശേഷം അയൽ ഫൊറോനകൾ ഏറ്റെടുക്കും. ഇത് ഈ അതിരൂപതയിൽ മുഴുവൻ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും.
മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലിത്തൻ വികാരിയും അല്പം വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പള്ളിയിൽ കിടന്ന് തള്ളക്കിവിളി നടത്തുന്നത് ഹൈന്ദവരായ പോലീസുകാർ കേട്ടാൽ നമ്മുടെ അന്തസ്സിന് കുറച്ചിലാണ് എന്ന് ആരോ പറഞ്ഞപ്പോൾ പുളിച്ചയ തെറിവിളി മാറ്റി കർത്തൃപ്രാർത്ഥന ഇവന്മാർ ആരംഭിച്ചു. Amen.
കർത്താവേ, ഈ മോന്റെ മോന്മാർ ചെയ്യുന്നത് എന്തെന്ന് ഇവന്മാരറിയാറിയാൽ ഇവന്മാരോട് പൊറുക്കരുതേ. കണ്ടോ, ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ശമ്പളം കൊടുക്കുന്ന പോലീസുകാർ ലാത്തിയുമായി കുണ്ടിക്കുർബാന കളിക്കുന്ന കള്ളംപാതിരിക്ക് കാവൽ നിൽക്കുകയാണ്. കുത്തിക്കഴപ്പമൂത്ത് പള്ളിയിൽ കിടന്ന് കുത്തിമറിയുന്നവന് പോലീസ് എസ്കോട്ട്. ഇവന്മാരെ കൈകാര്യം ചെയ്യുവാൻ നാട്ടുകാർ അടിയന്തരമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. രാവിലെ ചൂലും കെട്ടുമായി ഇവന്മാരുടെ പള്ളിക്ക് മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് പള്ളിയിലേക്ക് കയറി പോകുന്ന എല്ലാ മോന്റമ്മമാരെയും പിടിച്ചു നിർത്തി ചോദിക്കുക, നീയൊക്കെ മാനം മര്യാദയ്ക്ക് നിന്ന് തമ്മിത്തല്ലാതെ തെറിവിളിക്കാതെ നടന്ന് മര്യാദയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോകുമോടാ എന്ന് ചോദിച്ച് 2 എണ്ണം കവാലക്കുറ്റി കുട്ടി പൊട്ടിക്കുക. ഊവ എന്ന് പറയുന്നവനെ മാത്രം പള്ളിയിലേക്ക് വിടുക, അല്ലാത്തവനെ മുട്ടുകാല് തല്ലി പിടിച്ച് അവിടെ ഇടുക. ഇവന്മാർ നന്നാകണമെങ്കിൽ ഇത് മാത്രമാണ് പോംവഴി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.